ഇപ്രകാരമുള്ള വിചിത്ര നിയമങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട്, പത്തുകളൊക്കെ ഇറക്കിക്കൊണ്ട്, കർശനമായ നിയന്ത്രണങ്ങളൊക്കെ വിശ്വാസികളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിത സമൂഹവും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിവിധ വിഭാഗങ്ങളും പ്രവർത്തിച്ചതുകൊണ്ടും പ്രയത്നിച്ചതുകൊണ്ടും പ്രസംഗിച്ച് നടന്നതുകൊണ്ടുമാണ് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഈ പ്രസ്ഥാനം ഇസ്ലാം ഇതര സമുദായങ്ങൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാം ഒരു ഭീകര സംഘടനയായി, ഇസ്ലാം മതം ഒരു ഭീകരമത വിശ്വാസമായി മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ പഠിപ്പിക്കലുകൾ കൊണ്ടാണ്, അവരുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ്, അവരുടെ സിദ്ധാന്തങ്ങൾ കൊണ്ടാണ്. ഇന്ന് മയക്ക് കെട്ടിയൊക്കെ ഓരോ പള്ളികളിൽ നിന്നും പറയുന്നതൊക്കെ തന്നെ എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് വിശ്വാസികളല്ല, അവിശ്വാസികളും കേൾക്കുന്നുണ്ട്, ഇതര സമുദായങ്ങളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു പിന്തിരിപ്പന്മാരുടെ മതമാണ് എന്ന നിലക്ക് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഈ മതത്തിൻ്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ തന്നെയാണ്. അതുപോലെ തന്നെ മതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ കാലാനുസൃതമായ പുരോഗതി നമ്മുടെ പണ്ഡിതന്മാർ ഉൾക്കൊള്ളേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് മുതലേ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് രൂപീകരിച്ചതായൊരു പഠന രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പണ്ട് മുആവിയയും യസീദുമൊക്കെ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ താല്പര്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ചരിത്രങ്ങൾ അതേപടി ഒപ്പിയെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാതെ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാതെ, ഖുർആന്റെ വരികളിൽ ഒളിഞ്ഞെടുക്കുന്ന അന്തസത്ത അത് ഉൾക്കൊള്ളുകൊണ്ട് ഈ മതത്തിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആധുനിക കാലത്തെ പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത്. മരിച്ചു പോയാൽ എങ്ങനെയാണ് നമുക്ക് സ്വർഗനരകങ്ങൾ ദൈവം നൽകുന്നത്, എന്താണ് സ്വർഗം, എന്താണ് നരകം എന്നൊക്കെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങളാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ ഹൂറിമാരാണ് ഉള്ളത്. 7 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള യുവതികളായ ഹൂറികൾ, സുന്ദരിമാർ നമ്മളെ പരിചരിക്കാനെത്തും. അതിൽ കൗമാരക്കാരികളുമുണ്ട്, യുവതികളുമുണ്ട്, ഒപ്പം ബാലന്മാരുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സ്വർഗത്തെക്കുറിച്ച് പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർഗത്തിൽ പാലപ്പുഴ ഒഴുകുന്നുണ്ട്, മദ്യത്തിൻ്റെ പുഴ ഒഴുകുന്നുണ്ട്. അങ്ങനെ സർവ്വവിധ ധാർമ്മിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രദേശമായി ഈ സ്വർഗം എന്ന് പറയുന്ന സംഗതിയെ മറ്റുള്ള ജനവിഭാഗങ്ങൾ അഥവാ ഇസ്ലാം ഇതര വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വികലമായിട്ടുള്ള നമ്മുടെ പ്രബോധനം തന്നെയാണ്. നമ്മുടെ പണ്ഡിതന്മാർ നടത്തിപ്പോന്നിട്ടുള്ളതായ വികലമായ മതപ്രബോധന പരിപാടികളിലൂടെയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇതര ജനവിഭാഗങ്ങളിലേക്ക്, ഇസ്ലാമേതര സമൂഹങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് രംഗത്ത് വീഴുന്ന എല്ലാവരും പറയുന്ന ചില സംഗതികളാണ് ഈ പറയപ്പെട്ടത്. അതായത് സ്വർഗത്തിൽ മരിച്ചെത്തുന്നവരെ അവരെ പരിചരിക്കാൻ വേണ്ടി ഹൂറികൾ നിലനിൽപ്പാണ്. കൂട്ടത്തിൽ ചെക്കന്മാരുമുണ്ട്, പയ്യന്മാരുമുണ്ട്. അതോടൊപ്പം അവിടെ മദ്യപ്പുഴ ഒഴുകുകയാണ്, പാൽപ്പുഴ ഒഴുകുകയാണ്. ഇങ്ങനെയുള്ള വളരെ അബദ്ധജടിലങ്ങളായ പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ ഈ പണ്ഡിത സമൂഹം പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ഇതര സമൂഹങ്ങളിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം മ്ലേച്ഛമാക്കപ്പെട്ടതും ഒരു ഭീകരവാദ സംഘടന മാത്രമാക്കപ്പെട്ടതും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംഘമായി ഇസ്ലാം പരിണമിച്ചതും. ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമ്മുടെ സമൂഹം ഈ മതത്തെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച് ആധികാരികമായിട്ട് ആഴത്തിൽ പഠിച്ച് നമ്മൾ പരമ്പരാഗതമായി പറഞ്ഞു പോകുന്ന വിഷയങ്ങളല്ലാതെ തന്നെ ഈ ഖുർആന്റെ വരികളിൽ ഒളിച്ചിരിപ്പുള്ള കാര്യങ്ങൾ അത് ശരിക്ക് വ്യക്തമായി വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക്
പറഞ്ഞു കൊടുത്താൽ ഇസ്ലാമിനെ പോലെ മറ്റുള്ളവർക്ക് സ്വീകാര്യമായ ഒരു പ്രസ്ഥാനവും ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന കാര്യം സുനിശ്ചിതമാണ്.